ഹായ് ഗേൾസ്, ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റേക്ക് ഉണ്ടാക്കിയാലോ. അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് നമ്മളിപ്പം നോക്കുന്നത്. ഇത് ചിക്കൻ കുറച്ച് കബാബ് പോലെ ആക്കിയിട്ട് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തു, എന്നിട്ട് സ്റ്റേക്കിൽ റബ്ബൊക്കെ ചെയ്തിട്ട് ബട്ടറിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ഗ്രില്ലിലേക്ക് വെക്കുവാണ്. അതിനു മുമ്പ് അതിൻ്റെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുക. പ്രീ ഹീറ്റ് ആയി കഴിയുമ്പോൾ എല്ലാ പീസും ഇതുപോലെ ആക്കിയിട്ട് ഗ്രില്ലിലേക്ക് വയ്ക്കുക. അപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് കയറി പിടിക്കും. ഇത് ഗ്രില്ലായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ തന്നെ പിള്ളേർക്ക് പറയാൻ തുടങ്ങി നന്നായിട്ട് വിശക്കുന്നു. ഞങ്ങൾ മീഡിയം റെയർ രീതിയിലാണ് ഗ്രില്ല് ചെയ്തത്, ബിക്കോസ് ഇവിടെ എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. കുറച്ച് പിങ്ക് പൈനാപ്പിൾ, നമ്മൾ റെഡിയാക്കിയ ചിക്കൻ കബാബ് അതെല്ലാം കൂടെ നമ്മൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പാറ്റിയോയിൽ ഒരു സമ്മർ ഈവനിങ് അടിച്ചു പൊളിക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. No, we've cooked it. It's not undercooked. But it needs like 2 more minutes. It needs 2 more minutes. He needs more heat. I wonder. അങ്ങനെ നമ്മുടെ ഐറ്റംസ് എല്ലാം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പൈനാപ്പിൾ, ഗ്രിൽ പൈനാപ്പിൾ, നല്ല സ്മെല്ലാണ്. കാരമലൈസ് ആയി കഴിയുമ്പോൾ ഉള്ള ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റി. ആൻഡ് സ്റ്റേക്ക് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഒന്നും കൂടെ വെച്ചു. ഇനി നമ്മൾ നന്നായിട്ടൊരു സ്മോക്കി ഫ്ലേവർ ആയി കഴിയുമ്പോൾ പുറത്തെടുക്കാനാണ്. കുക്കിംഗ് ടെമ്പറേച്ചർ ഒന്ന് നമുക്ക് കൺഫേം ചെയ്യുക, നന്നായിട്ട് കുക്കായെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഓൾ സെറ്റ്. അപ്പോൾ നമുക്കിനി കഴിക്കാൻ തുടങ്ങിയാലോ. നമ്മൾ കബാബ് റെഡിയായി കഴിഞ്ഞപ്പം മോളതെടുത്തു, കുറച്ച് അസ്പരാഗസും കൂടെ വെച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യമ്മി ടേസ്റ്റി ജ്യൂസി മീഡിയം റെയർ സ്റ്റേക്ക്. അപ്പോൾ ഇനി ഞങ്ങൾ കഴിക്കട്ടെ. ബൈ.